ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇത്തമ്മയാണ് കേട്ടോ. ഇത്തമ്മാസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചാളയും കൂർക്കയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു വേണ്ടി ഞാൻ ഇവിടെ ചാളയും കൂർക്കയും എടുത്തിട്ടുണ്ട്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അതെങ്ങനെയാണെന്ന് തയ്യാറാക്കണം നമുക്കൊന്ന് നോക്കാൻ. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഇഞ്ചി ഉള്ളി ചതച്ചതും കൂടി ചേർക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നല്ലോണം വഴറ്റി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. തള വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഒന്ന് തള വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ യോജിപ്പിക്കുക. നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. മീനൊടയാണ്ട് ഇളക്കണം. തീ കുറച്ച് വെച്ച് വേവിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇത് വേവിച്ച കൂർക്കയാണ്. ഇത് നമുക്ക് ഇതിലിട്ടാം. നല്ലപോലെ ഉടയാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കും. കറിയിലേക്ക് ഇനി നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. കാച്ചാനായിട്ട് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് നമുക്ക് ഇത്തിരി വേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്.
ഇൻഷാ അല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാട്ടോ. അസ്സലാമു അലൈക്കും.